കൊടുങ്ങല്ലൂർ എറിയാടുണ്ടൊരു സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ. മലയാള സിനിമയുടെ ചരിത്രവും വിശേഷങ്ങളും അഷ്റഫ് ചേരമാൻ എന്ന വെട്ടത്തിപ്പറമ്പിൽ അഷ്റഫിന് മനഃപാഠമാണ്. ആദ്യകാല മലയാള സിനിമയുടെ വിശേഷങ്ങൾ, സിനിമാ തിയേറ്ററുകളുടെ ചരിത്രം തുടങ്ങിയവ അഷ്റഫിന്റെ ഓർമ്മയുടെ തിരശീലയിൽ മായാതെ ഇന്നുമുണ്ട്. 7-ാം വയസ്സിൽ അയൽപ്പക്കത്തുള്ള എറിയാട് ചേരമാൻ ടാക്കീസിൽ നീലക്കടലയും പാട്ടുപുസ്തകവും വിറ്റു തുടങ്ങിയതാണ് അഷ്റഫിന്റെ മലയാള സിനിമയുമായുള്ള ചങ്ങാത്തം. സിനിമയോടും അതിലേറെ പ്രേം നസീറിനോടുമുള്ള ഇഷ്ടം ആ ബാലനെ സിനിമാ കഥകളിലേക്ക് നയിച്ചു. സിനിമ ഭയങ്കര ലഹരിയാണ്. അപ്പോൾ സിനിമാ തിയേറ്ററിൻ്റെ പേരുകൾ ചെറുപ്പത്തിൽ തുടങ്ങി വായിക്കുന്ന മുഴുവൻ അത് മെമ്മറിയിൽ ഒരു 7 വയസ്സ് തുടങ്ങി കംപ്ലീറ്റ് ഇതൊക്കെ മെമ്മറിയിലുണ്ടാവും. അത് കൂടാതെ തന്നെ ഒരു തൃശ്ശൂർ ജില്ലയിൽ പൊളിച്ചുപോയ 150ഓളം സിനിമാ തിയേറ്ററിൻ്റെ ചരിത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ 3 പഠിക്കുമ്പോഴാണ് ഇവിടെ കാലേക്കര ഷൂട്ടിങ്ങിന് വന്നിട്ടേ തെക്കേല മൊമാലിക്ക ഡ്രൈവറായിരുന്നു. അപ്പോൾ തെക്കേല മൊമാലിക്കയുടെ ജ്യേഷ്ഠനവൻ എന്നെ നസീർ സാറിനെ കൊണ്ട് കാണിച്ച് എരിയത്തുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു. ആ ഫോട്ടോ നാളെ അയച്ചോട് ചോദിച്ചാൽ പറഞ്ഞു അപ്പോൾ പോയ അശോക് ജയിച്ചു പോയി. അപ്പോൾ അത് എന്നെയൊക്കെ കൈമ പിടിച്ചത് സന്തോഷത്തോടു കൂടി എന്നാണ്. അന്ന് കരിക്കോള ആസ്പത്രിയുടെ വടക്കേ വരാന്തയിൽ പ്രേമനത്തിൽ എന്നിട്ട് കാണാൻ ചെന്ന തള്ളമായിട്ടൊക്കെ കാശ് കൊടുത്ത് നിൽക്കുക. അതിൽ കയ്യത്താത്തൊക്കെ മരണം വരെ കാശ് കുഴിച്ചിരുന്നു. എൻ്റെ മോൻ തന്ന കാശാണെന്ന് പറഞ്ഞു. അന്നൊക്കെ ഭയങ്കര അതല്ല ലോകത്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. 4-ാം ക്ലാസ്സിൽ പഠനം നിർത്തിയെങ്കിലും സിനിമയെക്കുറിച്ചുള്ള ഗവേഷണം അഷ്റഫ് അവസാനിപ്പിച്ചില്ല. കേരളത്തിലെ സിനിമാ തിയേറ്ററുകളുടെ ചരിത്രവും സിനിമാ വിശേഷങ്ങളും ഇയാൾക്ക് മനഃപ്പാഠമാണ്. ഓരോ സിനിമാ തിയേറ്ററുകളിലും ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടറിന്റെ പേര് പോലും അഷ്റഫിനറിയാം. പഴയകാല സിനിമാ നോട്ടീസുകളുടെയും സിനിമാ പ്രസിദ്ധീകരണങ്ങളുടെയും വലിയൊരു ശേഖരം അഷ്റഫിന്റെ പക്കലുണ്ടായിരുന്നു. പലപ്പോഴായി അവയിലേറെയും നഷ്ടപ്പെട്ടുവെങ്കിലും ഓർമ്മയിലെ അളവറ്റ ശേഖരം ചിതലരിച്ചില്ല. മലയാള സിനിമയെക്കുറിച്ച് നിരവധി സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ അഷ്റഫ് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലെ സിനിമാനുബന്ധ ഗ്രൂപ്പുകളിൽ എഴുത്തുമായി അഷ്റഫ് ഇപ്പോഴും സജീവമാണ്. സിനിമാ ചരിത്രാന്വേഷകർ പലരും അഷ്റഫിൽ നിന്നുമാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. പണ്ട് കാലചക്രം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി കൊടുങ്ങല്ലൂരിലെത്തിയ പ്രേം നസീറുമൊത്ത് പകർത്തിയ ചിത്രം കിട്ടാതെ പോയത് ജീവിതത്തിലെ വലിയൊരു നഷ്ടമായാണ് അഷ്റഫ് കരുതുന്നത്. തന്റെ 59-ാം വയസ്സിലും സിനിമയോടുള്ള പ്രണയം മനസ്സിൽ കെടാതെ സൂക്ഷിക്കുകയാണ് അഷ്റഫ്. TCV കൊടുങ്ങല്ലൂർ.